നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ ഒരു കളി ജയിച്ചു. ആരാധകർക്കൊരു ആശ്വാസമാണത്. കാരണം ഈ വേൾഡ് കപ്പിൽ അവരുടെ മുന്നോട്ട് പോക്ക് ഓൾറെഡി അവതാളത്തിലായിട്ടുണ്ട്. ആദ്യ കളിയിൽ അവർ ന്യൂസിലാൻഡിനോട് 5 വിക്കറ്റിന് തോറ്റു. സൗത്ത് ആഫ്രിക്കയോട് ഡബിൾ സൂപ്പർ ഓവർ കണ്ട മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് UAE മത്സരത്തിൽ അവർ ജയിച്ച് കയറിയിരിക്കുന്നു. 5 വിക്കറ്റിന് വിജയമാണ്. ആദ്യം ബാറ്റ് ചെയ്ത UAE നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് 160 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 19.2 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ അവർ അഫ്ഗാൻ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഈ കളിയിൽ അൽഷാൻ ഷറഫു UAEയുടെ മലയാളി താരം 31 പന്തുകളിൽ 40 റൺസ് 3 ഫോറും 2 സിക്സും അടക്കം കുറിച്ചുകൊണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷോയിബ് ഖാനാണ് UAEയുടെ ടോപ്പ് സ്കോറർ. 48 പന്തുകളിൽ നിന്ന് അദ്ദേഹം 68 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാന് വേണ്ടി 4 വിക്കറ്റുകൾ അസ്മത്തുള്ള ഒമർസായി ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തി. 4 ഓവറിൽ 15 റൺസിന് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ അഫ്ഗാൻ്റെ ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസ് 2 പന്തിൽ നിന്ന് ഡെക്കായിട്ട് മടങ്ങിയ തിരിച്ചടിയായിരുന്നു. ഗുൽബദീൻ നൈബ് 13 റൺസായിട്ട് മടങ്ങി 40-2 നിലയിലേക്ക് അവർ വീണു. എങ്കിലും ഒടുവിൽ ഇബ്രാഹിം സദ്രൻ്റെ മികച്ച ഇന്നിങ്സ് 41 പന്തിൽ 53 റൺസ്. സിദ്ദിഖുള്ള അത്തൽ 16 റൺസുമായിട്ട് പോയെങ്കിലും റസൂലി 23 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു. വിജയത്തിലേക്ക് കൊണ്ടുപോയത് അസ്മത്തുള്ള ഒമർസായിയുടെ ബാറ്റിംഗ് ആണ്. 21 പന്തുകൾ 2 ഫോറും 3 സിക്സും അടക്കം 40 റൺസ് അടിച്ച് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പുറത്താകാതെ നിന്നു. ഒമർസായിയുടെ കിടിലൻ പ്രകടനമാണ് അവരുടെ വിജയത്തിൻ്റെ നിദാനം. ഏതായാലും മത്സരം 5 വിക്കറ്റിന് അവർ വിജയിച്ചു. പക്ഷേ മുന്നോട്ടുള്ള പോക്ക് ഇപ്പോഴും സംശയകരമാണ്. നിലവിൽ സൗത്ത് ആഫ്രിക്ക 3 കളി 6 പോയിൻറ്റുമായിട്ട് ഗ്രൂപ്പിൽ ഒന്നാമതാണ്. ന്യൂസിലാൻഡ് 3 കളി 4 പോയിൻറ്റുമായി രണ്ടാമതാണ്. അഫ്ഗാനിസ്ഥാനും UAEക്കും 3 കളികളിൽ നിന്ന് 2 വീതം പോയിൻ്റേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.